അബോന്റെ കാര്യം പറഞ്ഞില്ലേ, അച്ഛനുമായിട്ട് ഇത്രയും അടുപ്പമുള്ള ഒരു വ്യക്തി, അതൊരു ഭാഗ്യമാണ്. പുള്ളിയെ കുറിച്ച് ഒരു പല ആൾക്കാരും ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് ഞങ്ങൾക്ക്. ഞാനിപ്പോ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ട്, മണിച്ചേട്ടനും ഞങ്ങള് മീരയൊക്കെ ഉണ്ട് എന്റെ പാട്ടുകാരായിട്ട്. മണികിലുക്കം എന്ന് പറഞ്ഞ് പുതിയൊരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. മണിച്ചേട്ടനാണ് അതിന്റെ. അപ്പൊ നമ്മുടെ പോസ്റ്ററുകളിലും ഷോ കാർഡുകളിലും ഒക്കെ കലാഗുരുവിന് പ്രണാമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുള്ളൂ. അച്ഛനാണ് ഏറ്റവും, കാരണം നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആക്കിയത് അച്ഛനാണ്. പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരു വലിയൊരു കലാകാരനുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങള് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ വരെ പുള്ളി ചെയ്ത് നോക്കുക എന്ന് പുള്ളിക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഉറപ്പായിട്ട് അവിടെ വരുന്ന ഒരാളെയും പുള്ളി നിരാശനായിട്ട് വിടില്ല. തന്നെ ജിൻഡോ തന്നെ കഴിഞ്ഞ ദിവസം മറഡോണയുടെ കൂടെ അല്ലേ, അത് വലിയൊരു ഭാഗ്യല്ലേ. അത് എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര സംബന്ധിച്ചു കഴിഞ്ഞാൽ അത് ഇംബ്രസാരിയോ ഈവന്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് ചെയ്തത്. ഇംബ്രസാരിയോ ആണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ആരാന്ന് എന്നോട് പറഞ്ഞില്ല, ഒരു പ്രോഗ്രാം കോമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോഴാണ് ഈ ആളുടെ അടുത്തേക്കാണ് പോകുന്നത്, മറഡോണയുടെ അടുത്തേക്ക്. എന്താ സംഭവം, 1,00,000 പേരെങ്കിലും ഉണ്ടാവും അവിടെ. എന്നെ എല്ലാരും വിളിച്ച് ചീത്ത വിളിക്കുക ടി വി കണ്ടിട്ട്, കാരണം എല്ലാ ചാനലും ലൈവാണല്ലോ. അപ്പൊ എന്നെ കണ്ടിട്ട് ചീത്ത വിളിക്കുക, ഈ പരിപാടിക്ക് പോയി എന്നും പറഞ്ഞ് അവർക്ക് വരാൻ പറ്റാത്തതിന് നമ്മൾ എന്നെ ചീത്ത വിളിക്കുക. അർജന്റീനയ്ക്ക് പോകുന്നു. അർജന്റീന ഇപ്പൊ ഞാൻ പേരൊക്കെ മാറ്റില്ലോ, മഡു എന്നൊക്കെ വിളിക്കുന്നത്. മഡു ഫോൺ വിളിക്കാം, മഡു ഡിഗു, വൈകുന്നേരം ഡിഗു എന്നൊക്കെ വിളിക്കുന്നത്. സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാൻ ഭാഷ അറിയണ്ടേ. മലയാളം പഠിക്കുമ്പോ മലയാളം പഠിച്ചോന്ന് എനിക്ക് തോന്നുന്നു. 2-3 ദിവസം ഇവിടെ നിന്നാ പഠിച്ചേനെ. പുള്ളി ഭയങ്കര ഒരു ഉത്സവമായിരുന്നു. അതിൽ IM വിജയേട്ടനാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര. IM നമ്മുടെ സ്വന്തം ആളാണ്, നല്ല സുഹൃത്ത്. IM അതിനെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക്. IM ഇഷ്ടംപോലെ ഫോട്ടോസുകൾ പത്രങ്ങളിലൊക്കെ വന്നപ്പം ഒത്തിരി പേര് അതിന്റെ പേരിലും നമ്മളെ അറിഞ്ഞ ഒരു സംഭവം. ഒരുപാട് ഷോസ് ചെയ്യണല്ലേ ഇപ്പൊ? ഇഷ്ടംപോലെ ഷോസുകൾ സ്വന്തമായിട്ട്. ഇപ്പൊ ഞങ്ങളൊരു സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മണികിലുക്കം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പ്രതിഭേട്ടനൊക്കെ അറിയാലോ, പ്രതിഭേട്ടൻ, രമേശേട്ടൻ, അങ്ങനെ സമ്മതം, അങ്ങനെ ഞങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഉള്ളൊരു ഗ്യാങ് തന്നെയാണ്. എവിടെയൊക്കെ നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യ എവിടെയൊക്കെ? ഇഷ്ടം പോലെ കേരളത്തിൽ. അത് ഞാൻ എന്റെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യതാണ്. ഫ്ലൈറ്റിൽ കയറുക എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പൊ എയർപോർട്ടിൽ കൂടെ നെടുമ്പാശ്ശേരിയിൽ ഈ കൗണ്ടറിലൂടെ കയറി ഇപ്പുറത്ത് വിസ അടിച്ച് ഇപ്പുറത്തൂടെ കയറി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ വിസയിൽ അവിടെ ചെയ്യാൻ പറ്റും, വേറെ വിസ എടുത്ത് പോയി അങ്ങനെയൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം. അത്തരത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം എവിടെയെങ്കിലും സ്റ്റേജുകളിൽ, ഒരുപാട് സ്റ്റേജ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല, ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് കിട്ടിയ മറക്കാനാവാത്ത അനുഭവം? സ്റ്റേജില് കുറെ മറക്കാനാത്ത അനുഭവം ഉണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഞങ്ങളൊക്കെ ഒന്നിച്ചു പോയൊരു പരിപാടി. നിങ്ങളൊന്നിച്ചു പോയിട്ടുണ്ട്? ഞങ്ങൾ ഇഷ്ടംപോലെ സ്ഥലത്ത്. മീര ആരാന്നാ വിചാരം? എന്താ ഒരു പ്രസ്ഥാനമാണത്. അപ്പോഴേ മീരയ്ക്ക് എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ ജിൻഡോയോട്? അയ്യോ, അതൊന്ന് പറഞ്ഞു ജിൻഡോ. മറ്റേ ഖത്തറിലാണ് ഞങ്ങൾ ഖത്തറിൽ പ്രോഗ്രാം, അവിടെ നമ്മുടെ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്ന മനു ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട്. ഞങ്ങൾ ഷുബിച്ചാൻ വർഷങ്ങളായിട്ട് ഞങ്ങളെപ്പോഴുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഷിബിച്ചാന്റെ പ്രോഗ്രാമിന് ഞങ്ങൾ ഇങ്ങനെ ചോക്ലേറ്റ്സ്, റിമി, റോമ, ഞങ്ങൾ ബാക്കി ഞങ്ങളുടെ ഗ്യാങ്, റിമി, ടോമി, ഞങ്ങളെല്ലാരും കൂടെ പോകണം. അപ്പൊ അവിടെ KK ജോസഫ് എന്നാണ് ഇവര് വിളിക്കുന്നത്, KK ജോൺ. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വന്നപ്പോ ഭയങ്കര കോട്ട് സൂട്ടൊക്കെ ഇട്ടേ നടക്കുള്ളൂ. പക്ഷെ ഈ ആളുടെ അടുത്ത് 5 പൈസ ഇല്ലാന്ന് പിന്നെ മനസ്സിലായത്, അവസാനം മനസ്സിലായത്. കാരണം ഈ ഷിബിച്ചാന്റെ അടുത്ത് കിട്ടിയ പൈസ കൊണ്ടാണ് ഇയാൾ പരിപാടി ചെയ്യുന്നത്. പുള്ളി ഷിബിച്ചാൻ നല്ല എക്സ്ട്രാ ഡീസന്റ് ആളൊക്കെ, നമ്മളൊക്കെ അത്ര ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ ഷിബിച്ചാന്റെ അടുത്ത് കിട്ടിയ പൈസ കൊണ്ടാണ് പുള്ളി ഈ പരിപാടി നടത്തുന്നത്. നമുക്കറിയത്തില്ലായിരുന്നു. പുള്ളി ഇത് വരേണ്ട ആവശ്യമില്ല, ഷിബിച്ചാൻ ഡയറക്റ്റ് ബുക്ക് ചെയ്താൽ മതി. പുള്ളി വേറെ ബഹറിനിൽ പരിപാടി നടത്താന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. ആകെ അവിടെ പരിപാടി കഴിച്ചപ്പോ 5 പൈസ ഇല്ല പുള്ളിയുടെ. എത്ര ആർട്ടിസ്റ്റുകളെ സെറ്റിൽ ചെയ്യണ്ടേ? റോമ, റിമി ഒക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് മുഖത്തിൽ രക്തമില്ല, ഞാനിങ്ങനെ ചക്രശ്വാസം വലിച്ചിരിക്കുക. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് പുള്ളി അപ്പൊ എനിക്കൊരു ക്യാഷ് ഇട്ടേക്കുന്നത്, ക്യാഷ് ഇട്ട് ചോദിക്കൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ക്യാഷ് ഇട്ട് പിന്നെ കഴിക്കാൻ പൈസ കൊടുത്ത ആൾക്കാർക്ക് ക്യാഷ് ഇട്ട് ചോദിക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ റെഡിയാക്കി തരാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത മറ്റേ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോകുന്നു എന്ന് അനൗൺസ് ചെയ്യാം, ഇവരെ കൊണ്ട് പറയിപ്പിക്കാം, എന്നിട്ട് ആ ഡേറ്റ് പൈസ കൊടുക്കാന്ന് പറയാമെന്ന്. ഞാൻ പറഞ്ഞ റിമിയൊക്കെ അല്ല ആള് ഓടിച്ചിട്ടിരിക്കാൻ. പക്ഷെ ഒരു സത്യം, എന്റെ കൂടെ വന്ന എല്ലാ, റോമ അടക്കം എല്ലാ ആർട്ടിസ്റ്റുകളും, ഏറ്റവും എന്റെ കൂടെ പ്രതിഭേടനാണ് എല്ലാവരും. ഞാൻ അവിടുന്ന് ഇറങ്ങുന്നോടം വരെ എന്റെ കൂടെ നിന്ന് എന്നെ കരയിപ്പിച്ച ഒറ്റ ആളുള്ളൂ. ഒരാവശ്യമില്ല, ഞാൻ ഭയങ്കര മസിലൊക്കെ പിടിച്ച് എല്ലാരും സെറ്റിൽ പൈസ ഒക്കെ വീതിച്ചു കൊടുത്തു. അപ്പൊ പ്രതിഭേട്ടൻ ലാസ്റ്റ് ഇങ്ങനെ ആളുടെ, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക, ഹോട്ടലിൽ നിന്ന് മുകളിൽ പ്രശ്നം നടന്നു, താഴെ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ പ്രതിഭേട്ടൻ ആളുടെ കയ്യെ പിടിച്ചിട്ട്, ആർട്ടിസ്റ്റുകൾ ഒരുവിധം നീ വിചാരിക്കണ്ട പറഞ്ഞ് ഞാൻ കയ്യെ പിടിച്ച് ഞെരുക്കുന്ന പുള്ളിയുടെ കയ്യല്ലേ, ഞാൻ പ്രതിവട്ടം വന്നേ. കാരണം അതുവരെ കാര്യമില്ല. പുള്ളിയുടെ ചുണ്ട് എനിക്ക് സങ്കടമായി പോയി. കാരണം പുള്ളിയുടെ ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ടട്ടെ. ഞാൻ പറഞ്ഞു എന്റെ പൈസ വേണ്ട, എനിക്കൊന്നും തരണ്ട, ഇവരൊക്കെ ഒന്ന് പറഞ്ഞു വിട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അടുത്ത പരിപാടിയാണ്.
അങ്ങനെ താഴെ എത്തി. അപ്പൊ ഞങ്ങൾ കണ്ണാടി നോക്കി ഇങ്ങനെ നിൽക്കും. അല്ലല്ല, അതെന്താന്ന് വെച്ചാലേ രഞ്ജിത്ത്, ഞാൻ പറഞ്ഞുതരാം ബാക്കി ക്ലൈമാക്സ് ഇതല്ല. എന്നുവെച്ചാൽ എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടെ ആണെങ്കിലും പറയാം, നീ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം എടുക്കാവോ ജിൻഡോ, നോക്കിയൊക്കെ എടുക്കണ്ടേ, കാശൊക്കെ നേരത്തെ അഡ്വാൻസ് ഒക്കെ വാങ്ങണ്ടേ എന്നൊക്കെ പറയുമ്പോ ജിൻഡു ഇങ്ങനെ ആകെ ചെറിയ കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ ആരും ആശ്വസിക്കും. അപ്പൊ എനിക്കൊരു വിഷമം, പാവം ജിൻഡു, ഞാൻ പോട്ടെ ജിൻഡു സാരമില്ലെന്ന് പറഞ്ഞതും ഞാനും പറയാ അത്രയും നേരം എല്ലാരും വന്നെ എടുത്ത് എടാ സാരില്ലടാ പോട്ടടാ ഇതൊക്കെ നമുക്കുള്ളതാ ഇതൊക്കെ പറഞ്ഞ് നിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുക, കണ്ണാടി മുമ്പിൽ മസിലും പിടിച്ച് ഇങ്ങിപ്പെട്ടുന്നുണ്ട്. അപ്പൊ ഒരാവശ്യമില്ലാതെ എവിടെയോ നിന്നൊരാൾ ഓടി വന്നിട്ട് സാരല്ല ജിൻഡോ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞേ ഇതിലൂടെ ഉള്ളു പറയാൻ, ഒരാവശ്യമില്ലാതെ സാരല്ല ജിൻഡോ നമുക്ക് ശരിയാക്കാം. ഞാൻ പിടുത്താൻ വേണ്ടട്ടെ ഒരു കരച്ചിലേ തുടങ്ങി. എന്നിട്ട് പിന്നെ എല്ലാരും എന്നോട് ഇത്ര നേരം ആവുമ്പോ ഒന്നും കരഞ്ഞിട്ടില്ല, നീ എന്താ പറഞ്ഞതിന് മാത്രം അവൻ ഇത്രയും കരയാനും മാത്രം. ഇതുപോലുള്ള ഓർഗനൈസേഷനിലൊക്കെ പോയി സിനിമയിലേക്ക് ഇനി സിനിമ ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫേമസ് ആയ ഒന്ന് രണ്ട് എനിക്കൊക്കെ നമ്മളൊക്കെ ഒത്തിരി കണ്ട ജോഷി സാറിന്റെ റൺ ബേബി റണ്ണിലെ ചെറിയ വേഷമാണെങ്കിൽ പോലും സാറ് തന്നെ വിളിച്ച് നന്ദു പൊതുവാളായിട്ടെന്നെ കൊണ്ട് വിളിപ്പിച്ച് സാറ് നമ്മുടെ പ്രോഗ്രാംസുകളൊക്കെ കാണുകയാണെങ്കിലും ഞാൻ ഈ കൈരളി ചാനലിൽ തന്നെ ഒരു പ്രോഗ്രാം ഒരു വർഷത്തോളം ഞാൻ ചെയ്തു, മില്ലേനിയർ സ്റ്റാർസ്, എന്റെ അവതാരകനായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഈ പ്രോഗ്രാമുകൾ ഒത്തിരി പേര് ഗൾഫിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്ക് നല്ലൊരു മൈലേജ് ഉണ്ടാക്കി തന്നൊരു ചാനലാണ്. അപ്പൊ ഈ പ്രോഗ്രാമൊക്കെ കാണുന്നതിനിടയ്ക്കാണ് ജോഷി സാർ ഇങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചത് അതിപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, വെറുതെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും മില്ലേനിയർ സ്റ്റാർസ്. അപ്പൊ ഇങ്ങനെ സാറ് വിളിച്ച് റൺ ബേബി റണ്ണിൽ ചെറിയൊരു ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്യാം, സാറാണ് വിളിക്കുന്നത്. പോയി ചെയ്തു, നല്ല ഇതുണ്ട്, പടം നന്നായി ഹിറ്റ് ആവുകയും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോ പഴയ നമ്മുടെ ചക്രയുമൊക്കെ ഡയറക്ട് ചെയ്ത സാജൻ സാറില്ലേ, നമുക്ക് അങ്ങനെയുള്ളവരെ, സാജൻ സാറിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രോഗ്രസ് റിപ്പോർട്ട് ഉടൻ റിലീസാണ്, ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു ക്യാരക്ടർ, സിവിൽ ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ സാർ തന്നെ വിളിച്ചിട്ട് അതും ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യം. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പടം അങ്ങനെ നിൽക്കുന്നു. പിന്നെ സീരിയലിൽ ലൂമിയർ ഫിലിംസിന്റെ മുകേഷ് ഏട്ടനും ശ്രീനേട്ടനും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഷിബു അന്തിക്കാട്, സത്യൻ അന്തിക്കാട് സാറ് ശ്രീനിവാസ് ഏട്ടന്റെ ഒക്കെ മെയിൻ ആളായിരുന്നു ഷിബു അന്തിക്കാട്. സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. അത് അഭിനേത്രി എന്ന് പറഞ്ഞ സീരിയൽ, അതിൽ ഹീറോ വേഷം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈലറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു, ഉടൻ തന്നെ റിലീസ് ചെയ്യും. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. ഇതിന്റെ ഈ ലൈവ് ഷോസിലും ചെയ്യുമ്പോഴേ സാധാരണ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ, ഒരുപാട് ആളുകളുടെ മുന്നിൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം അവര് നമ്മളിപ്പോ ഒരു കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്താ പറയാൻ, അവരുടെ പൾസറിന് സംസാരിക്കണം അല്ലേ, ഒന്നും എന്താ പറയാൻ പോലും അറിയത്തില്ല. ഓൺ ദ സ്പോട്ടില് നമ്മളെ തെറ്റിച്ചു വരെ കളയും അവര്, നമ്മുടെ മൈൻഡ് വരെ മാറ്റി കളയും. എന്താണ് അവർ പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വലിയൊരു അനുഭവം തന്നെ. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച ഈ മർഡോണയുടെ പരിപാടിക്ക്. 1,00,000 പേര് മുമ്പിൽ, അങ്ങനെ 2 സ്ഥലത്തേ ഉള്ളൂ. നമ്മുടെ കടക്കൽ ദേവി ക്ഷേത്രത്തില് മണിച്ചേട്ടന്റെ പരിപാടി, ഒരു മുട്ടുസൂചിയുടെ സ്ഥലം, അങ്ങനെ ഒരു ഷോയ്ക്ക് അവിടെ ആള് വന്നിട്ടേ ഇല്ല, കാലുമുട്ടിടിച്ചിട്ട് വില. അതുപോലെ തന്നെ മലബാർ ഫെസ്റ്റിവല് കോഴിക്കോട്, ബീച്ച് ഫെസ്റ്റിവല് കമ്പയർ ചെയ്യാൻ വേണ്ടി കയറിയിട്ട് ഇങ്ങനെ നോക്കി, ഇങ്ങനെ എത്താവലെ സൗണ്ടും അതുപോലെ ജനവും ബീച്ചില്, അതിന്റെ ഇടയ്ക്ക് തിരമാല വേറെ സൈഡിൽ കൂടെ, ഒരാവശ്യമില്ലാതെ ഇതെല്ലാം കൂടെ ആയിട്ടേ വലിയ സ്റ്റേജും കാലുമുട്ടിടിച്ചിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, സന്തോഷം. താങ്ക് യു.